ഏവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ അപ്പൊ പോകുന്നത്. ഇങ്ങനെ ചില കണ്ടെത്തലുകളൊക്കെ അമ്മ എന്താണ് കണ്ടെത്താറുണ്ട്. എന്റെ പഴയ ബുദ്ധിയിലൊക്കെ ഉറച്ചു വരുന്നത്. ശാസ്ത്രജ്ഞയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അമ്മ. അതെന്താ, ഒരു അടിപൊളി ചമ്മന്തിയാണ്. വെറൈറ്റി ചമ്മന്തി വെറൈറ്റി ചമ്മന്തിയാണ്. ആണോ? ഈ ചമ്മന്തിക്ക് തേങ്ങയൊന്നും ഉപയോഗിച്ചല്ല അരയ്ക്കുന്നത്. തേങ്ങയെ വെള്ളം ഇതൊന്നും ഈ ചമ്മന്തിക്ക് വേണ്ട. ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തിയാണ് ഈ ചമ്മന്തി. ഒരാഴ്ചക്കുള്ള ഗ്യാരണ്ടി ഞാൻ തരാം. ഒരാഴ്ച കൂടുതൽ അത് ഒരു പ്രാവശ്യം അരച്ച പിന്നെ ഒരാഴ്ച വേണ്ട, അരക്കണ്ട. അരക്കണ്ട. നമ്മൾ അരച്ച പാത്രത്തിനകത്ത് ആക്കി വെച്ചാൽ ഫ്രിഡ്ജിലും വെക്കണ്ട, ഒന്നും വേണ്ട. നല്ല അടിപൊളി ചമ്മന്തിയാണ്. ചോറുണ്ണാനും പുഴുക്ക് തിന്നാനും ഒക്കെ നല്ലതാണ് ഈ ചമ്മന്തി. അപ്പൊ ഈ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കാണാം. ഈ ചമ്മന്തിയുടെ പ്രധാനപ്പെട്ട ചേരുവ എന്ന് പറയുന്നത് നമ്മുടെ വറ്റൽ മുളകും അതോടൊപ്പം തന്നെ ചുമന്നുള്ളിയുമാണ്. അപ്പൊ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ചുവന്നുള്ളി എടുത്തേക്കണം. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അമ്മ പറഞ്ഞ പോലെ തന്നെ കുറെ ദിവസം ഇത് ഒരാഴ്ചക്കാലം ഇത് കേടാവാതെ ഇങ്ങനെ നമുക്ക് പുറത്ത് തന്നെ വെച്ചേക്കാൻ പറ്റും. അപ്പൊ വറ്റൽമുളക് നമ്മൾ എടുത്തേക്കുന്നത് നമുക്ക് വേണമെങ്കിൽ സാധാ വറ്റൽമുളക് എടുക്കാം അല്ലേ? ഇത് പിരിയമുളക് പോലത്തെ നമ്മളുടെ മുളകാണ് കേട്ടോ, കാശ്മീരി ചില്ലിയാണ്. അപ്പൊ നമ്മൾ ആ എരിവിന്റെ ഒക്കെ ഇതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് ഇതിന് അല്ലെ. ഇതിനാകുമ്പോൾ കുറച്ചും കൂടെ കൊഴുപ്പും ഒക്കെ ഉള്ളത് കൊണ്ട് അത് തന്നെ പുലിമ കുറച്ചും കൂടെ കൂടുതൽ ഇതിനായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു മുളക് എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു മുളക് കൊണ്ട് അത്യാവശ്യം ഒരു വാളം ഒരു കൈക്കൊരു വാളം ചുമന്നുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ്. ഇതിനിപ്പോ നമ്മൾ എന്താ ചെയ്യാൻ പോണേ? നമ്മൾ ഈ മുളക് അടുപ്പിലിട്ട് ചുടുവാണ്. നമ്മുടെ കനലിൽ വേണം അല്ലെ? കനലിലിട്ട് ചുട്ടെടുക്കും. അപ്പൊ ഉള്ളി നമ്മൾ അല്ല, ഉള്ളി കനലിലിട്ട് ചുടുവല്ല, ഉള്ളി വേറെയാണ് നമ്മൾ ശരിയാക്കി എടുക്കുന്നത്. ആണോ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യും. ഇപ്പൊ നമ്മൾ കഞ്ഞിയൊക്കെ വെച്ച് വാർത്തത് കൊണ്ട് തന്നെ നമുക്ക് അടുപ്പിൽ കനലുണ്ട്. പിന്നെ ഒരു കാര്യം, മുളക് ഇടുമ്പോ എപ്പോഴും എണ്ണ ഇടണം അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ഈ അടുപ്പിൽ നിന്ന് എടുക്കാൻ പാട് മാത്രമല്ല, നമ്മൾ ഒരു മുളക് എടുക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചുമച്ച് നമ്മൾ മടുത്തു പോകും അല്ലെ? അതുപോലെ കനലെന്ന് പറഞ്ഞാൽ ഒത്തിരി കനലൊന്നും വേണ്ടത്, ഈ ഒരു പരുവം കനൽ. ഓ അങ്ങനെയാണോ? അപ്പൊ എണ്ണം കറക്റ്റ് ആയി. 2 മുളക് ഇട്ട് കഴിഞ്ഞ അടുത്ത് അതെടുത്ത് കഴിയുമ്പോ അടുത്ത മുളക് ഇടും. ഓ അപ്പൊ ഇങ്ങനെ ഒന്ന് ഇട്ടാ മതി. എന്നിട്ട് നമ്മൾ ചാരം തട്ടിക്കുളഞ്ഞു കളയും അല്ലേ? ചാരത്തിലിട്ട് ചുട്ടെടുക്കുന്ന അത് തന്നെ, അത് ഈ സ്മോക്കി ഫീല് കിട്ടും അല്ലെ? ഒരിച്ചിരി ഇങ്ങനെ മൊത്തം മുളക് നമ്മൾ ചുട്ടെടുക്കണം അല്ലെ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, പെട്ടെന്ന് മുളകെല്ലാം ചുട്ടെടുക്കാം. ഇത് കുറച്ച് മുളക് ഉണ്ട് കേട്ടോ. ഇതിപ്പോ 2, 4 നോക്കട്ടെ, 5, 6, 7, 8 മുളകുണ്ട്. മൊത്തം 8 വലിയ മുളകാട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. കണ്ടില്ലേ? നമ്മൾ ഉച്ചയ്ക്ക് ചോറിനെടുക്കും, അത്താഴം കൂട്ടും, നാളത്തേക്ക് കൂടെ വെച്ചേക്കും. ഓക്കെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ തോണ്ടിയൊക്കെ എടുക്കാൻ പാടാണെങ്കിൽ ഒരു കമ്പിയിൽ കുത്തിയിട്ട് അല്ലേ, അങ്ങനെ വേണേലും എടുക്കാം. അങ്ങനെ എടുത്താലും കറക്റ്റ് ആവും. അതുപോലെ നേരത്തെ നമ്മളൊരു ചമ്മന്തി അരച്ചിട്ടുണ്ട്. ആ ചമ്മന്തിക്കകത്ത് നമ്മൾ ഈ ഉള്ളി നമ്മൾ കമ്പിക്കകത്ത് അല്ലേ കമ്പിയിൽ കുത്തിയിട്ട് നമ്മൾ അടുപ്പേ വെച്ച് ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് പക്ഷെ നിങ്ങൾ അങ്ങനെയൊന്നും ചുടണ്ട, വേറെ ടെക്നിക്കുകൾ ഉണ്ട് ഇതൊക്കെ ചെയ്യാനായിട്ടുള്ളത്. നമ്മുടെ മുളകെല്ലാം അമ്മ ചുട്ടെടുത്തിട്ടുണ്ട്. ചുട്ട ആ ചൂടോടുകൂടി തന്നെയാണ് മുളകിന്റെ പ്രിപ്പറേഷനിലേക്ക് പോകുന്നത്. അതിന്റെ ഞെടുപ്പ് കളയുവാണമ്മേ. ഓ അത് കളഞ്ഞിട്ട് ഞെട്ട് കളഞ്ഞിട്ട് നമ്മൾ മിക്സിക്കകത്തേക്കാണ് ഇടുന്നത്. മുളക് മാത്രം. അപ്പൊ ഇത് കല്ലിൽ വെച്ച് അരയ്ക്കാൻ നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അരഞ്ഞു കിട്ടാനായിട്ട്. അപ്പൊ അതുകൊണ്ട് കുഞ്ഞു ജാറിലെ നമ്മുടെ ചട്നി ജാറിലേക്ക് ഇട്ട് ചെയ്യാം. അപ്പൊ ഒരു കാര്യമുണ്ട്, ഇത് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോഴാണ് എളുപ്പം. അല്ലെങ്കിൽ മിക്സിക്കകത്ത് 1 മുളകോ 2 മുളകൊക്കെയാണ് പാടായിരിക്കും അല്ലെ? അപ്പൊ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഒരാഴ്ചത്തേക്ക് ഒരു 3-4 ദിവസത്തേക്കുള്ള ചമ്മന്തി ഒന്നിച്ചങ്ങ് ഉണ്ടാക്കിക്കും. അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഇനി എന്താ ചെയ്യണം, ഇത് വെള്ളം ഒഴിക്കാതെ പൊടിച്ചാൽ മതി അല്ലേ? ഓക്കെ. അപ്പൊ ഇത് ഈ ഒരു ജാറിൽ ഇപ്പൊ തന്നെ പൊടിക്കുന്നതിന്റെ ഒരു കാര്യമുള്ള എന്താണെന്നറിയോ, ഇത് മൊത്തം അങ്ങ് തണുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് പൊടിഞ്ഞു കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് ഓടിപ്പോയി ഇത് പൊടിക്കാം. മിക്സിയിൽ നമ്മുടെ മുളക് ഇങ്ങനെ നമ്മൾ പൊടിച്ചെടുത്തിട്ട് ഇപ്പൊ നന്നായിട്ട് പൊടിക്കാം അല്ലേ? ഇത് ഏകദേശം നന്നായിട്ട് പൊടിച്ചു. നമ്മുടെ സാധാരണ നമ്മുടെ മുളക് ചമ്മന്തിക്കൊക്കെ നമ്മളൊരു ചതച്ച രീതിയിലാണ് എടുക്കുന്നത്. പക്ഷെ ഈ ഒരു ചമ്മന്തിക്ക് നമ്മൾ നന്നായിട്ട് പൊടിച്ചാണ് കേട്ടോ എടുക്കുന്നത്. ഇനി നമ്മുടെ ഉള്ളി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഉള്ളി മുളക് മാത്രം ഉള്ളെന്ന് പറഞ്ഞു, പക്ഷെ വേറെ ചേരുവയുണ്ട് കേട്ടോ. നമ്മുടെ കറിവേപ്പില ഇതിന് വേണം. കറിവേപ്പില എടുക്കുമ്പോൾ എന്നാ വെച്ചാൽ ഇച്ചിരി മൂത്ത കറിവേപ്പില നോക്കി എടുക്കണം കേട്ടോ. ചമ്മന്തി ഉണ്ടാക്കാനുള്ള അടുത്ത ഘട്ടത്തിൽ നമ്മളിത് ഒരു ഫ്രൈങ് പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്തേക്ക് നമ്മുടെ കറിവേപ്പില, നമ്മുടെ മൂത്ത കറിവേപ്പില തണ്ടിട്ടിട്ട് നമ്മൾ ആദ്യം ആ കറിവേപ്പില ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണേ. ഇങ്ങനെ കറിവേപ്പില വറക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, കറിവേപ്പില നല്ലൊരു ക്രിസ്പി സ്റ്റൈലിലേക്ക് മാറും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഈ കറിവേപ്പില നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്ത് നമ്മൾ മാറ്റാൻ പോവാണ്.
അങ്ങനെ ഫ്രൈ ചെയ്ത കറിവേപ്പില നമ്മളിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതേ എണ്ണ തന്നെ നമ്മുടെ ഫ്രൈങ് പാൻ്റെ അകത്തുണ്ട്. ഫ്രൈ പാനിൽ ഈ എണ്ണയിലേക്ക് നമ്മൾ ഇനി ഇടാൻ പോകുന്ന നമ്മളുടെ ചുമന്നുള്ളിയാണ് കേട്ടോ. അപ്പം നമ്മൾ ചുമന്നുള്ളി നമ്മൾ ഈ ഒരു ചമ്മന്തിക്ക് നമ്മൾ അടുപ്പിൻ്റെ അകത്ത് കനലിലല്ല ചുട്ടെടുക്കുന്നത്, ഇതുപോലെ നമ്മളൊന്ന് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. ഇതെന്തോരം മൂക്കണം, ഇത് നന്നായിട്ട് ചുമക്കണം അല്ലേ. അങ്ങനെ നമ്മുടെ ഉള്ളിയെല്ലാം നന്നായിട്ട് ഇത് ഒരു ഗോൾഡൻ നിറത്തിലേക്ക് മൂത്തിട്ടുണ്ട്. ഈ ഒരു സമയത്തിന് നമ്മുടെ ആദ്യം വറുത്ത് വെച്ച ആ ഒരു കറിവേപ്പില ഉണ്ടല്ലോ, ആ കറിവേപ്പിലയും കൂടെ നമ്മൾ ഒന്നും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ടൊന്ന് ചൂടാക്കി. ഇപ്പൊ രണ്ടും കൂടെ, കാരണം ആദ്യം നമ്മൾ ഇത് ഇടാഞ്ഞ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് രണ്ടും ഒന്നിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിവേപ്പില മൂക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം കറിവേപ്പില വറുത്തിട്ട് പിന്നെ നമ്മൾ ഒന്നിച്ചാക്കി ഇതൊന്ന് എടുക്കുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോഴത്തെ അതിന്റെ കൂടെ നമ്മൾ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തു കേട്ടോ. അപ്പൊ സ്റ്റൗവിന്റെ ഉള്ള ഈ ഫ്രൈങ് പാൻ്റെ ഒക്കെ ഒരു ചൂടുണ്ടല്ലോ, ആ ചൂടിലേക്ക് നമ്മുടെ പൊടിച്ച് വെച്ച നമ്മുടെ മുളക് പൊടിയില്ലേ, ആ മുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ആ ഒരു മുളകും കറിവേപ്പിലയും ഉള്ളിയും കൂടെ ജസ്റ്റ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ്. അപ്പൊ ആ എണ്ണയുടെ ഒക്കെ ഒരു ചൂട് മാത്രമേ ഇപ്പൊ ഇതിനുള്ളൂ. ഇനി ഇതിൽ തന്നെ ചേർക്കാൻ പോകുന്ന ഉപ്പ്, ഇതിലേക്ക് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. ഈ ഒരു ചട്നിക്കകത്ത് നമ്മൾ വാളൻപുളി നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ, നമ്മൾ ചേർക്കാതെയാണ് ഇവിടെ ഉണ്ടാക്കിയത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വാളൻപുളി ചേർത്ത് ഉണ്ടാക്കാം, ചേർക്കാതെയും. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഈ പുളി വെച്ചും വെക്കാതെയും രണ്ട് രീതിയിൽ ചമ്മന്തി ഉണ്ടാക്കാം. അപ്പൊ രണ്ട് ടേസ്റ്റ് കിട്ടും. അപ്പൊ ഇന്ന് എന്തായാലും നമുക്ക് പുളി ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ഈ ഒരു ചമ്മന്തി നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ വറുത്തെടുത്ത എല്ലാ സാധനവും നമ്മുടെ അരകല്ലിലേക്ക് നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഈ കൂട്ട് മുഴുവനും. ഇനി നമ്മൾ അടുത്തത് നമ്മൾ ഈ അരകല്ലിൽ തന്നെയാണ് നമ്മൾ അരയ്ക്കുന്നത്. ഇവിടെ നമ്മൾ മിക്സിയിൽ നമ്മൾ അരക്കില്ല കേട്ടോ, കാരണം എന്താ വെച്ചാൽ മിക്സിയിൽ അരച്ച ഇതൊരു പേസ്റ്റ് പോലെ അങ്ങ് ആയിപ്പോവും. അപ്പൊ നമ്മുടെ ചമ്മന്തിയുടെ ഒരു ടെക്സ്ചർ കിട്ടണമെങ്കിൽ നമുക്ക് കല്ലിൽ അരയ്ക്കുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതിനു വേണ്ടിയാണ് കല്ലിൽ അരയ്ക്കുന്നത്. ഇനി നിങ്ങൾക്ക് അരകല്ലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടികല്ലിൽ വേണേലും ഇടിച്ചെടുക്കാവുന്നതാണ്. മിക്സി അരച്ചാലും കുഴപ്പമില്ല. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ മിക്സിനെ ആശ്രയിക്കാത്രേ ഉള്ളൂ. അപ്പൊ നമ്മളൊന്ന് ക്രഷ് ചെയ്ത് നമ്മൾ എടുക്കത്തില്ലേ, ഒന്ന് പ്രസ് ബട്ടൺ വെച്ചിട്ട് അങ്ങനെ നിങ്ങൾ ചെയ്തെടുക്കണേ. അല്ലെങ്കിൽ മൊത്തം അങ്ങോട്ട് ഉള്ളിയെല്ലാം കൂടെ ജ്യൂസി പരുവത്തിലേക്കായി പോകും. അപ്പൊ നമ്മൾ ഇതിലൊരു എണ്ണ ഒഴിച്ചല്ലേ നമ്മൾ വറുത്തത്, ആ എണ്ണയുടെ ഒരു ടെസ്റ്ററും കൊണ്ടാണ് കേട്ടോ ഇത് നമ്മൾ അരച്ചെടുക്കുന്നത്. അല്ലാതെ ഇതിൻ്റെ അകത്ത് നമ്മൾ വേറെ വെള്ളം ഒന്നും തൊട്ടരയ്ക്കത്തില്ല, വെള്ളമൊക്കെ തൊട്ട കേടായി പോവും. അപ്പൊ നോക്കി നമ്മുടെ ചമ്മന്തി ഇതേ അങ്ങനെ നല്ല രീതിയിൽ കണ്ടോ, ഒരു പ്രത്യേക ഫീലാണ് ഈ ചമ്മന്തി കാണാൻ തന്നെ കണ്ടോ. അപ്പം ഇങ്ങനെ നമുക്ക് ഈ ചമ്മന്തി നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. പുളി വേണമെന്നുള്ളവർ ഈ ഒരു ടൈമിൽ പുളിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ പുളി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എണ്ണയുടെ കൂടെ പയ്യെ പുളിയും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് പീസ് ആക്കിയിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് വേണം നിങ്ങൾ പുളി അരയ്ക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ചമ്മന്തി മുഴുവനും നമ്മൾ അരച്ച് കോരി എടുക്കുവാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മുടെ ചമ്മന്തി കിട്ടും. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റ് മാത്രമല്ല ലുക്കിൽ നല്ല ലുക്കാണ് ഇത് കേട്ടോ. ചമ്മന്തി അങ്ങനെ അമ്മ അരച്ച് ഇങ്ങനെ ഉരുട്ടിയാണ് പണ്ട് കാലത്ത് ചമ്മന്തി എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ചമ്മന്തി ഇത് അരച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ചമ്മന്തി ഇങ്ങനെ ഇരുന്നോളും. അപ്പൊ ഇതിൻ്റെ അകത്ത് ഇനി നമ്മൾ സാധാരണ നമ്മൾ മുളക് ചമ്മന്തിയിൽ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചാലിക്കുമല്ലോ, അങ്ങനെ ഇതിൻ്റെ അകത്ത് വെളിച്ചെണ്ണയൊന്നും ഇനി ഒഴിച്ച് ചാലിക്കേണ്ട. കാരണം നമ്മൾ ആ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് നമ്മൾ ഇത് കഴിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് വെളിച്ചെണ്ണയോ മറ്റൊരു സാധനങ്ങളും ചേർക്കേണ്ട. ഇതിങ്ങനെ തന്നെ നമ്മളൊരു പാത്രത്തിൽ അടച്ചു വെച്ചാൽ അവിടെ കേടാവാതെ ഒരാഴ്ച ഈസി ആയിട്ട് ഈ ചമ്മന്തി പുറത്തിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ മുളക് ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. ഒന്നുകൂടെ കാണിക്കാവേ, കണ്ടോ, കണ്ടാൽ തന്നെ നല്ല ഭംഗിയാകട്ടെ, ഇത് കാണാനും കൂട്ടാനും നല്ല രുചിയാണ്. അമ്മ കണ്ടുപിടിച്ച ചമ്മന്തി ആയതുകൊണ്ട് അമ്മയുടെ സ്വന്തം കണ്ടെത്തൽ ചമ്മന്തി. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഓരോന്നൊക്കെ ചെയ്തു നോക്കും. അപ്പൊ അത് നമ്മള് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുവാണ്. അങ്ങനത്തെ ഒരു റെസിപ്പി നമ്മൾ അടുത്ത ദിവസം ചെയ്യുന്നുണ്ട് കേട്ടോ. കപ്പളങ്ങ കൊണ്ടൊരു കറി അമ്മ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൊരു കറി ഉണ്ട് കേട്ടോ. അത് നമ്മുടെ നാളെ നമ്മൾ ആ സാധനം ഉണ്ടാക്കാന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചില കണ്ടെത്തലുകളൊക്കെ അമ്മ കണ്ടെത്താറുണ്ട്. ശാസ്ത്രജ്ഞയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അമ്മ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ചമ്മന്തി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ലൈക്കും കമന്റും ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പൊ നിങ്ങൾ ഇതുപോലൊരു ചമ്മന്തി. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഈ ചമ്മന്തി നല്ല ടേസ്റ്റ് ആട്ടോ.
ഞങ്ങൾ അമ്മ ഒത്തിരി പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എത്ര സമയമില്ലാത്ത ആൾക്കാരാണ്, എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം അല്ലെ. കാച്ചില്, കപ്പ, ദോശയ്ക്ക് ഇഡ്ഡലിക്ക് നല്ലതാ. കാരണം എന്താ വെച്ചാൽ ഇതൊന്നും ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ. നമുക്ക് ദോശ ഇഡ്ഡലിക്ക് കഴിക്കണേ അന്നേരം നമുക്ക് ഇത് എടുത്ത് കഴിക്കാം. ഇനി വെളിച്ചെണ്ണ അല്പം കൂടെ വേണമെന്നുണ്ടെങ്കിൽ, കൊളസ്ട്രോൾ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണ കൂടെ ചാലിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഒഴിക്കരുത്. യെസ്. അല്ല, അന്നേരം ഉപയോഗിക്കാനാണെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാലോ. ഞാനിപ്പോ ഇച്ചിരി ഇഡലി കഴിക്കാൻ തുടങ്ങുവാണെങ്കിൽ കുറച്ച് ചമ്മന്തി എടുത്തിട്ട് വേണമെങ്കിൽ അന്നേരം ഇച്ചിരി ഒരു വെളിച്ചെണ്ണ ഒഴിച്ച് ചാലിച്ച് അപ്പ കഴിക്കാനാണെങ്കിൽ ഉപയോഗിക്കാം അല്ലെ. സാധാ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഇത് കേടായി പോകും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചമ്മന്തി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ലൈക്ക് ഇഷ്ടപ്പെട്ട അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. പിന്നെ നിങ്ങൾ ചമ്മന്തി ഉണ്ടാക്കണം കേട്ടോ. ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഉണ്ടാക്കി കഴിച്ചു നോക്കിയാൽ നമ്മൾ ഇന്നും ഉണ്ടാക്കും. ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് താരം ചോറിന് കൂട്ടുന്നത് കേട്ടോ. അത് തന്നെ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.